ശബരിമല സ്വർണ്ണ കവർച്ചാ കേസിൽ കോൺഗ്രസ് നേതാവും UDF കൺവീനറുമായ അടൂർ പ്രകാശിന്റെ മൊഴിയും SIT രേഖപ്പെടുത്തിയിരിക്കുകയാണ്. ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായുള്ള അടൂർ പ്രകാശിനുള്ള ബന്ധത്തെക്കുറിച്ച് അറിയുന്നതിനാണ് മൊഴിയെടുത്തത് എന്നാണ് പുറത്തുവരുന്ന വിവരം. SITയുടെ നടപടിയിൽ സർക്കാരിനെതിരെ അതിരൂക്ഷമായ വിമർശനമാണ് കോൺഗ്രസ് നടത്തിയിരിക്കുന്നത്. സ്വർണ്ണ കവർച്ചാ കേസിൽ നിന്ന് CPMകാരെ രക്ഷിച്ച് മറ്റുള്ളവരുടെ മേൽ പഴിചാരാനാണ് സർക്കാർ ശ്രമിക്കുന്നത് എന്നാണ് കോൺഗ്രസിന്റെ വിമർശനം. തീർത്തും രാഷ്ട്രീയ പ്രേരിതമാണ് അടൂർ പ്രകാശിനെ ചോദ്യം ചെയ്തത് എന്ന വിമർശനവുമായി KC വേണുഗോപാൽ സർക്കാരിനെതിരെ പോർമുഖം തുറന്നിട്ടുമുണ്ട്. പക്ഷേ ഇതുകൊണ്ടൊന്നും മുഖ്യമന്ത്രിയോ മറ്റുള്ളവരോ രക്ഷപ്പെടില്ല എന്നും KC വേണുഗോപാൽ പറയുന്നുണ്ട്. SITയെ സമ്മർദ്ദത്തിലാക്കി കേസ് അട്ടിമറിക്കാൻ ശ്രമിക്കുകയാണ് സർക്കാരെന്ന ആരോപണം പ്രതിപക്ഷം നേരത്തെ തന്നെ ഉന്നയിച്ചിട്ടുണ്ട്. ഈ ആരോപണത്തിന് ശക്തി പകരുന്ന രീതിയിലാണ് ഇന്ന് അടൂർ പ്രകാശിനെ ചോദ്യം ചെയ്യുന്ന സ്ഥിതി ഉണ്ടായതും കോൺഗ്രസ് അതിനിശ്ചിത വിമർശനവുമായി രംഗത്ത് വന്നതും. CPMന്റെ മുൻനിര നേതാക്കന്മാർ സ്വർണ്ണ കവർച്ചാ കേസിൽ അകത്തായതോടെ പ്രതിസന്ധിയിലായ CPM കോൺഗ്രസ് UDF നേതാക്കളെ കേസിൽ കൂട്ടിക്കെട്ടാൻ ശ്രമിക്കുന്നുവെന്നാണ് പ്രതിപക്ഷം ആരോപിക്കുന്നത്. അടൂർ പ്രകാശിന്റെയും ആന്റോ ആന്റണിയുടെയും പേരുകൾ സ്വർണ്ണ കവർച്ചയിലെ മുഖ്യപ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി കൂട്ടിക്കെട്ടി അന്വേഷണം വഴിതിരിച്ചുവിടാൻ സർക്കാരും CPMും ശ്രമിക്കുന്നു എന്നായിരുന്നു UDFന്റെ വിമർശനം. മുതിർന്ന കോൺഗ്രസ് നേതാവ് സോണിയാഗാന്ധിയുടെ പേരടക്കം പോറ്റിയുമായി ചേർത്ത് പ്രചരിപ്പിക്കുന്ന സ്ഥിതിയുമുണ്ടായിരുന്നു. ഇതിനെ ശക്തിയുക്തം UDF പ്രതിരോധിച്ചു വരുന്നതിനിടയിലാണ് അടൂർ പ്രകാശിൽ നിന്ന് മൊഴിയെടുക്കുന്ന സ്ഥിതിയുണ്ടായത്. ഇതിനെ സർക്കാരിനും മുഖ്യമന്ത്രിക്കുമെതിരായ ആക്രമണത്തിന് ആയുധമാക്കുകയാണ് കോൺഗ്രസ്. അടൂർ പ്രകാശിനെ ചോദ്യം ചെയ്യുന്നത് രാഷ്ട്രീയ പ്രേരിതമാണ് എന്നും UDFനെ ഇതിൽ കൂട്ടിക്കെട്ടാൻ നോക്കേണ്ട എന്നുമാണ് KC വേണുഗോപാലിന്റെ വാദം. ഇതുകൊണ്ടൊന്നും മുഖ്യമന്ത്രി രക്ഷപ്പെടില്ല എന്നും സ്വർണ്ണക്കൊള്ള പുറത്തു വന്നതിന് പിന്നാലെ മുഖ്യമന്ത്രിക്ക് സ്ഥലകാല ബോധം നഷ്ടപ്പെട്ടിരിക്കുകയാണ് എന്നുമാണ് KC വേണുഗോപാൽ പറയുന്നത്. 22 കൊല്ലം മുൻപ് 2004 താൻ ദേവസ്വം മന്ത്രിയായിരുന്ന കാലത്ത് പോറ്റി ശബരിമലയിൽ കയറിയെന്ന് പറയുന്നത് സ്ഥിരബുദ്ധി നഷ്ടപ്പെട്ടതുകൊണ്ടാണ് എന്ന KC വേണുഗോപാലിന്റെ വാദം UDF പ്രതിരോധം മുഖ്യമന്ത്രിയിലേക്ക് കേന്ദ്രീകരിക്കുന്നു എന്നതിന്റെ സൂചനയാണ്. അടൂർ പ്രകാശിനെ ചോദ്യം ചെയ്ത വാർത്തയോടുള്ള പ്രതികരണത്തിലും മുഖ്യമന്ത്രിക്കെതിരെയാണ് KC വേണുഗോപാലിന്റെ ആക്രമണം. SIT മുഖ്യമന്ത്രിയുടെ കയ്യിലുണ്ടല്ലോ, അക്കാലത്തെ കാര്യങ്ങൾ കൂടി അന്വേഷിക്കട്ടെ എന്ന് മുഖ്യമന്ത്രിയെ വെല്ലുവിളിക്കുകയാണ് എന്നാണ് KC വേണുഗോപാൽ പറഞ്ഞിരിക്കുന്നത്. 2007 പോറ്റി ശബരിമലയിൽ കയറിയത് എന്ന വിവരം SITയുടെ മുന്നിലുണ്ട്. അന്നാരാണ് ദേവസ്വം മന്ത്രി എന്നും KC വേണുഗോപാൽ ചോദിക്കുന്നു. ഇനിയുള്ള ദിവസങ്ങളിലും LDFനെ കടന്നാക്രമിക്കുന്നത് തുടരാനാണ് UDFും കോൺഗ്രസും തീരുമാനിച്ചിട്ടുള്ളത് എന്ന് ഇന്നത്തെ KC വേണുഗോപാലിന്റെ പ്രസ്താവനയിൽ നിന്ന് വ്യക്തമാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ശബരിമല സ്വർണ്ണ കവർച്ച പ്രധാന പ്രചാരണ ആയുധമായി ഉപയോഗിച്ച് തദ്ദേശ തെരഞ്ഞെടുപ്പിലെ നേട്ടം ആവർത്തിക്കാനാണ് UDF തീരുമാനിച്ചിട്ടുള്ളത്. തിരുവനന്തപുരത്തെ SIT ഓഫീസിൽ ശനിയാഴ്ച രാവിലെ മുതൽ അടൂർ പ്രകാശിനെ ചോദ്യം ചെയ്യാൻ ആരംഭിച്ചിരുന്നു. അറസ്റ്റിലായ പ്രതികളുമായി അടൂർ പ്രകാശിന് അടുത്ത ബന്ധമുണ്ട് എന്ന തരത്തിൽ വാർത്തകൾ നേരത്തെ തന്നെ പ്രചരിച്ചതാണ്. ചില ചിത്രങ്ങളും പുറത്തു വന്നിരുന്നു. മുഖ്യപ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി അടൂർ പ്രകാശ് കൂടിക്കാഴ്ച നടത്തിയതിൻ്റെയും സമ്മാനങ്ങൾ സ്വീകരിച്ചതിൻ്റെയും അടക്കം വിവരങ്ങൾ പുറത്തു വന്നു. ഇതിൻ്റെയെല്ലാം നിജസ്ഥിതി അറിയുന്നതിനാണ് അടൂർ പ്രകാശിനെ ചോദ്യം ചെയ്തത്. നേരത്തെ മുൻമന്ത്രി കടകംപള്ളി സുരേന്ദ്രനെയും സമാനമായ രീതിയിൽ പോറ്റിയുമായുള്ള അടുപ്പത്തിന്റെ പേരിൽ ചോദ്യം ചെയ്തിരുന്നു. വൈകാതെ ഉണ്ണികൃഷ്ണൻ പോറ്റിയെയും ഇതുമായി ബന്ധപ്പെട്ട് ചോദ്യം ചെയ്തേക്കും. കടകംപള്ളി സുരേന്ദ്രനുമായും അടൂർ പ്രകാശുമായും പോറ്റിക്കുള്ള ബന്ധം പോറ്റി തന്നെ വിശദീകരിക്കേണ്ടി വരും. അതേസമയം പോറ്റിയുമായുള്ള ബന്ധം അടൂർ പ്രകാശും വിശദമാക്കേണ്ടി വരും. ഇക്കാര്യത്തെക്കുറിച്ച് SITയുടെ എല്ലാം പറഞ്ഞിട്ടുണ്ട് എന്നാണ് അടൂർ പ്രകാശ് ചോദ്യം ചെയ്യലിന് ശേഷം മാധ്യമങ്ങളോട് പറഞ്ഞത്. തനിക്കറിയാവുന്ന എല്ലാ കാര്യങ്ങൾക്കും മറുപടി നൽകിയിട്ടുണ്ട്. പോറ്റിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും ചോദിച്ചു. തനിക്കറിയാവുന്ന എല്ലാ കാര്യങ്ങളും SITയോട് പറഞ്ഞിട്ടുണ്ട് എന്നും മറുപടിയിൽ അവ്യക്തതയുണ്ടോ എന്ന് പറയേണ്ടത് SIT ആണ് എന്നുമായിരുന്നു അദ്ദേഹത്തിന്റെ നിലപാട്. സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചോദിച്ചിട്ടില്ല എന്നും അദ്ദേഹം പറയുന്നുണ്ട്. പോറ്റിയെ കണ്ടിട്ടുണ്ട് എന്നും ശബരിമല കേസിൽ ബന്ധമൊന്നുമില്ല എന്നും പ്രകാശ് മുൻപേ പറഞ്ഞതാണ്. സോണിയാഗാന്ധിയെ കാണാൻ അപ്പോയിന്റ്മെന്റ് എടുത്തത് പോറ്റിയാണ് എന്നും തന്റെ മണ്ഡലത്തിലെ വോട്ടർ എന്ന നിലയ്ക്ക് താൻ കൂടെ പോകുക മാത്രമാണ് ചെയ്തത് എന്നും അടൂർ പ്രകാശ് പറഞ്ഞിട്ടുണ്ട്. ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായുള്ള ബന്ധവും
സോണിയാഗാന്ധിയെ സന്ദർശിച്ചതുമെല്ലാം ചോദ്യം ചെയ്യലിൽ ഉൾപ്പെട്ടതായാണ് സൂചന. കഴിഞ്ഞ ദിവസങ്ങളിൽ മുൻ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ, മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത് എന്നിവരുടെ മൊഴി SIT രേഖപ്പെടുത്തിയിരുന്നു. ഇതിന് പിന്നാലെയാണ് അടൂർ പ്രകാശിലേക്കും അന്വേഷണം എത്തുന്നത്. ഉണ്ണികൃഷ്ണൻ പോറ്റിക്കൊപ്പം അടൂർ പ്രകാശ് നിൽക്കുന്ന ചിത്രങ്ങൾ നേരത്തെ തന്നെ രാഷ്ട്രീയ ആയുധമാക്കി CPM രംഗത്തെത്തിയിരുന്നു. അടൂർ പ്രകാശും ആന്റോ ആന്റണിയും പോറ്റിയും സോണിയാഗാന്ധിക്കൊപ്പം നിൽക്കുന്ന ചിത്രങ്ങളടക്കം സമൂഹ മാധ്യമങ്ങളിലിട്ട് UDFനെ പ്രതിരോധത്തിലാക്കാനാണ് CPM ശ്രമിച്ചത്. ഇതിന് UDF മറുപടി പറഞ്ഞത് ഉണ്ണികൃഷ്ണൻ പോറ്റി മുഖ്യമന്ത്രിക്കൊപ്പം നിൽക്കുന്ന ചിത്രങ്ങൾ പുറത്തുവിട്ടുകൊണ്ടായിരുന്നു. അങ്ങനെ രാഷ്ട്രീയ വിവാദങ്ങൾ കത്തിക്കയറി വരുന്നതിനിടയിലാണ് കടകംപള്ളി സുരേന്ദ്രനിലേക്കും PS പ്രശാന്തിലേക്കും അടൂർ പ്രകാശിലേക്കും അടക്കം അന്വേഷണം നീണ്ടത്. അതേസമയം ശബരിമല സ്വർണ്ണക്കവർച്ച അന്വേഷണം അപ്രതീക്ഷിതമായി വഴിത്തിരിവിലേക്ക് നീങ്ങുകയാണ്. കേസിലെ പല പ്രതികളും സ്വാഭാവിക ജാമ്യം നേടി പുറത്തിറങ്ങുന്ന സ്ഥിതിയുണ്ടായി. ഒന്നാം പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ് അവസാനമായി ജാമ്യത്തിലിറങ്ങിയത്. നേരത്തെ മുരാരി ബാബുവും സുധീഷ് കുമാറും അടക്കമുള്ള പ്രതികളും സ്വാഭാവിക ജാമ്യം നേടി പുറത്തിറങ്ങിയിരുന്നു. കേസിൽ ഇതുവരെ പ്രാഥമിക കുറ്റപത്രം പോലും സമർപ്പിക്കാത്തതാണ് പ്രതികൾക്ക് ജാമ്യം ലഭിക്കാനുള്ള കാരണം. സ്വാഭാവികമായും അറസ്റ്റ് നടന്ന് 90 ദിവസത്തിനകം കുറ്റപത്രം സമർപ്പിക്കണമെന്നാണ് നിയമം. പക്ഷേ ശബരിമല കേസിലും ഇത് നടന്നില്ല. ഇതിനെതിരെ അന്വേഷണത്തിന് മേൽനോട്ടം വഹിക്കുന്ന ഹൈക്കോടതി അടക്കം വിമർശനം ഉന്നയിക്കുന്ന സ്ഥിതിയുമുണ്ടായിരുന്നു. മനഃപൂർവ്വം കുറ്റപത്രം വൈകിപ്പിച്ച് പ്രതികൾക്ക് ജാമ്യം ലഭിക്കുന്ന തരത്തിൽ അന്വേഷണം അട്ടിമറിക്കപ്പെടുകയാണോ എന്ന സംശയം പൊതുജനങ്ങളിൽ ഉണ്ടാകുമെന്ന നിരീക്ഷണം പോലും ഹൈക്കോടതി നടത്തിയിരുന്നു.